തീപിടുത്തം ക്ഷണിച്ചു വരുത്തരുത്. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. അഗ്നിബാധയ്ക്കെതിരെ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളെക്കുറിച്ച് ജനങ്ങൾക്ക് ശക്തമായ ബോധവൽക്കരണവും അവ നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ പരിശോധനയും ആവശ്യമാണ്. തുടർക്കഥയായി മാറിയിരിക്കുകയാണ് കോഴിക്കോട് നഗരത്തിലെ തീപിടുത്തം. നഗരത്തെ ഭീതിയിലാഴ്ത്തിയ മൊഫ്യൂസില് ബസ് സ്റ്റാൻഡിലെ ഞായറാഴ്ചത്തെ തീപിടുത്തത്തിന് 2 ആഴ്ച മുമ്പാണ് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ അഗ്നിബാധ. ഇതോടനുബന്ധിച്ച് 4 പേര് മരിച്ചത് അഗ്നിബാധയെ തുടർന്നാണോ സ്വാഭാവിക മരണമാണോ എന്ന തർക്കം നിലനിൽക്കുന്നു. 2024 മെയ് 14 നഗരത്തിനു സമീപം കുറ്റിക്കാട്ടൂര് പൂവാട്ടുപറമ്പിലെ ഒരേക്കറോളം വരുന്ന പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രത്തിലും 2022 മെയ്യിൽ നല്ലളത്ത് ചെരുപ്പു ഗോഡൌണിലും അതേ വർഷം ഏപ്രിൽ അവസാനം കൊളത്തറയിലും തീപിടുത്തമുണ്ടായി. ആളപായമുണ്ടായില്ലെങ്കിലും 75 കോടിയിലധികം നഷ്ടം വരുത്തിയ വൻതീപിടുത്തമാണ് ഞായറാഴ്ച നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നടന്നത്. വൈകുന്നേരം 5ഓടെ ആരംഭിച്ച അഗ്നിബാധ ജില്ലക്കകത്തും പുറത്തുമുള്ള 30ഓളം ഫയർ ഫോഴ്സ് യൂണിറ്റുകളുടെ 5 മണിക്കൂർ നേരത്തെ തീവ്രശ്രമത്തിനൊടുവിൽ രാത്രി 10ഓടെയാണ് അണയ്ക്കാനായത്. തീയണച്ചിട്ടും പുലരും വരെ കെട്ടിടത്തിൽ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു. കടയുടമകൾക്ക് സംഭവിച്ച കോടികളുടെ നഷ്ടത്തിനു പുറമെ കടയിൽ ജോലി ചെയ്തിരുന്ന 30ഓളം പേരുടെ ഉപജീവന മാർഗവും അടഞ്ഞു. തീപിടുത്തത്തോളം തന്നെ ഭീതിജനകമാണ് അതിന്റെ കാരണങ്ങളെക്കുറിച്ച് പുറത്തുവന്ന വിവരവും. കെട്ടിടത്തിൽ അഗ്നിസുരക്ഷാ സംവിധാനങ്ങളിലത്രേ. ഇക്കാര്യം അഗ്നിസുരക്ഷാ വിഭാഗം നേരത്തെ കണ്ടെത്തുകയും പരിഹരിക്കാൻ കെട്ടിട ഉടമയായ കോഴിക്കോട് കോർപ്പറേഷനും തുണിക്കട ഉടമക്കും നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. 2020 മുതൽ 2021 വരെ വർഷത്തില് ബീച്ച് ഫയർ ഫോഴ്സ് നടത്തിയ ഫയർ ഓഡിറ്റിംഗിലാണ് കെട്ടിടത്തിന് അഗ്നിസുരക്ഷാ സംവിധാനമില്ലെന്ന കാര്യം ബോധ്യപ്പെട്ടത്. തീപിടുത്തത്തിനു ശേഷം നടത്തിയ പരിശോധനയിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. 2022 മെയ്യിൽ നല്ലളത്തെയും മീഞ്ചന്തയിലെയും ചെരുപ്പ് കടകളിലുണ്ടായ തീപിടുത്തത്തിനു പിന്നാലെ കോഴിക്കോട് നഗരപരിധിയിലെ എല്ലാ കെട്ടിടങ്ങളുടെയും ഫയർ ഓഡിറ്റിംഗ് നടത്താൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിരുന്നു. ചട്ടലംഘനം കണ്ടെത്തുന്ന കെട്ടിട ഉടമകൾക്ക് ഉടനെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകുകയും പരിഹരിച്ചില്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. നഗരത്തിലെ പല കെട്ടിടങ്ങളും അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവയാണെന്ന് പരാതി ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി. മാത്രമല്ല, എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് ചെന്നെത്താൻ പറ്റാത്ത വിധം അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നവയാണ് നഗരത്തിലെ വലിയങ്ങാടി, മിഠായി തെരുവ് തുടങ്ങിയ ഭാഗങ്ങളിലെ കെട്ടിടങ്ങൾ. 2022 ജില്ലാ ഭരണകൂടത്തിന്റെ മേൽ ഉത്തരവ് ബന്ധപ്പെട്ടവർ ഇന്നും നടപ്പാക്കിയിട്ടില്ലെന്നാണ് ഞായറാഴ്ചത്തെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. സംഭവത്തിലെ 1-ാം പ്രതി കോഴിക്കോട് കോർപ്പറേഷനാണ്. മൊഫ്യൂസില് ബസ് സ്റ്റാൻഡില് തീപിടുത്തമുണ്ടായ കെട്ടിടം ജീർണിതാവസ്ഥയിലായതിനാൽ പുതുക്കിപ്പണിയാൻ നേരത്തെ തീരുമാനമായതാണ്. വർഷങ്ങൾക്കു ശേഷവും കോർപ്പറേഷൻ അത് നടപ്പാക്കിയില്ല. കെട്ടിടം പുനർനിർമ്മിച്ചാൽ വാടക പുതുക്കേണ്ടി വരുമെന്നതിനാൽ കച്ചവടക്കാരുടെ ഇടപെടലാണ് പുനർനിർമ്മാണത്തിന് കാലതാമസം വന്നതിനു പിന്നിലെന്ന് പറയപ്പെടുന്നുണ്ട്. ലിഫ്റ്റ് ഉൾപ്പെടെ ബഹുനില കെട്ടിടങ്ങൾക്ക് ആവശ്യമായ മറ്റു പല സംവിധാനങ്ങളും ഈ കെട്ടിടത്തിലില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കോഴിക്കോട്ടെ മാത്രമല്ല, സംസ്ഥാനത്തെ മറ്റു നഗരങ്ങളിലെ കെട്ടിടങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. തദ്ദേശ ഭരണകൂടങ്ങൾ ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധയും കണിശയും കാണിക്കാറില്ല. നിർമ്മാണത്തിലും വയറിംഗിലും ആവശ്യമായ മുൻകരുതൽ സ്വീകരിച്ചാൽ ഒഴിവാക്കാവുന്നതാണ് കെട്ടിടങ്ങളിലുണ്ടാകുന്ന മിക്ക തീപിടുത്തങ്ങളുമെന്നാണ് വിദഗ്ധപക്ഷം. സാധാരണഗതിയിൽ ഷോർട്ട് സർക്യൂട്ടാണ് വീടുകളിലും കെട്ടിടങ്ങളിലും തീപിടുത്തത്തിന് ഇടയാക്കുന്നത്. കൂടുതൽ വൈദ്യുതി ആവശ്യമായി വരുന്ന ഉപകരണങ്ങൾ ഒരേസമയം പ്രവർത്തിക്കുന്നതാണ് ഷോർട്ട് സർക്യൂട്ടിന്റെ കാരണങ്ങളിലൊന്ന്. ഇതൊഴിവാക്കേണ്ടതാണ്. വയറിംഗും വൈദ്യുതോപകരണങ്ങളും കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ചാൽ വലിയൊരളവോളം ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാനാകും. വൈദ്യുതി ലൈനിൽ അപാകതകളുണ്ടായാൽ ബന്ധം വിച്ഛേദിക്കാൻ കഴിയുന്ന എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കുകൾ ഉപയോഗിക്കുന്നതും തീപിടുത്തത്തെ തുടർന്ന് പുക ഉയർന്നാൽ അലാറം മുഴക്കുന്ന സ്മോക്ക് സെൻസറുകൾ സ്ഥാപിക്കുന്നതും ഫലപ്രദമാണ്. ഓട്ടോമാറ്റിക് സ്വിച്ച് ഓഫ് സംവിധാനമില്ലാത്ത മൈക്രോവേവ് ഓവന്, ഹീറ്ററുകൾ തുടങ്ങിയവയും അപകടങ്ങൾക്കിടയാക്കും. കെട്ടിടങ്ങളില് ഫാൾസ് സീലിംഗുകൾ ഒരു ട്രെൻഡാണ് നിലവില്. കെട്ടിടങ്ങൾക്കും ഇന്റീരിയർ ഡിസൈനുകൾക്കും കൂടുതൽ ആകർഷണീയത നൽകുമെങ്കിലും തീപിടുത്തമുണ്ടായാൽ അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഇടയാക്കും ഫാൾസ് സീലിംഗുകൾ. 2021 മെയ്യിൽ വർക്കലയിൽ സ്വകാര്യ റിസോർട്ടിൽ 2 AC റൂമുകൾ പൂർണ്ണമായും കത്തിനശിക്കാൻ ഇടയാക്കിയ തീപിടുത്തത്തിന് ആക്കം കൂട്ടിയത് ഫാൾസ് സീലിംഗുകളാണെന്നാണ് അധികൃതരുടെ കണ്ടെത്തൽ. അഗ്നിബാധയ്ക്കെതിരെ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളെക്കുറിച്ച് ജനങ്ങൾക്ക് ശക്തമായ ബോധവൽക്കരണവും അവ നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ പരിശോധനയും ആവശ്യമാണ്.